വളരെ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു സുഹൃത്തിനെ സഹായിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമ്മളുടെ ഒരു സർവീസ് അവർ അവൈൽ ചെയ്തതാണ്. നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഒരു 1.5 ലക്ഷത്തിനടുത്ത് പുള്ളിക്കാരന് സാലറി ഉണ്ട്. പുള്ളിക്കാരൻ്റെ വൈഫിന് ഒരു 90,000 അടുത്ത് പുള്ളിക്കാരൻ്റെ വൈഫിന് സാലറി ഉണ്ട്. ഈ IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാൾക്കും കൂടി ഏകദേശം ഒരു 2.4 lakhs അടുത്ത് സാലറി ഉണ്ട്. അവരുടെ ഇന്നത്തെ EMI കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 89,000 rupees-ആണ്. അവർക്ക് 50 ലക്ഷത്തിൻ്റെ ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്. അതെടുത്തിട്ട് 5 വർഷമായി. ഒരു 6 ലക്ഷത്തിൻ്റെ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഏകദേശം ഒരു 3.5 വർഷത്തിൻ്റെ അടുത്തായി. ഒരു കാർ ലോൺ 10 ലക്ഷത്തിൻ്റെ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഏകദേശം ഒരു 4 വർഷത്തിന് മുകളിലായി. അപ്പം പുള്ളിക്കാരൻ ഈ 3 ലോണുകൾ കൂടി ആകെ അടയ്ക്കുന്നത് 89,000-ആണ്. പുള്ളിക്കാരൻ എന്നെ സമീപിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡെന്നി, ഞാനൊരു കുറച്ച് ഇഷ്യൂസിലാണ്. എൻ്റെ ജോബിനൊരു ത്രെട്ട് ഉണ്ട്. എനിക്കറിയില്ല, ഒരു പക്ഷേ ഐ മേ ലൂസ് മൈ ജോബ്. പക്ഷേ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഈ EMI സെർവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കതിനൊരു വഴി കണ്ടെത്താം. അങ്ങനെ നമ്മൾ അവരുടെ EMI വർക്ക് ചെയ്തു. നമ്മൾ പുള്ളിക്കാരൻ്റെ EMI-നെ നേരെ നമ്മൾ 45,000 രൂപയിലേക്കാണ് കൊണ്ടുവന്നത്. 45,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ ഹോം ലോണിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 42 lakhs-ന് അടുത്തായിരുന്നു. അതിനെ 25 വർഷത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഏകദേശം ഒരു 32,000 രൂപയ്ക്ക് അടുത്ത് വന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ കാർ ലോണും ഈ കാർ ലോണിൻ്റെ EMI-യും കാർ ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും പേഴ്സണൽ ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടി ഏകദേശം ഒരു 9 ലക്ഷത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ആൾക്കൊരു 4.5 ലക്ഷം രൂപ അഡീഷണൽ ഫണ്ടും കൂടി എടുത്തു. അങ്ങനെ നമ്മളൊരു 13.5 ലക്ഷം രൂപ പുള്ളിക്കാരന് നമ്മൾ അഡീഷണൽ ടോപ്പപ്പ് ലോൺ കൊടുത്തു. ഹൗസിംഗ് ലോണിൻ്റെ മുകളിൽ സെയിം റേറ്റിൽ ടോപ്പപ്പ് ലോൺ കൊടുത്തു. അപ്പോൾ 32-ഉം ഈ 13,000-ന് പുള്ളിക്കാരന് 13,500-ആണ് EMI വരുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഏകദേശം 45,000-45,500-ന് അടുത്ത് EMI വരുന്നത്. അപ്പോൾ അത് ആൾ പറയുന്നത് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആളോട് പറഞ്ഞു, അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളുടെ ജോബിനൊരു ത്രെട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അടയ്ക്കുന്ന EMI-യിൽ കുറവ് വരുത്തരുത്. ഈ 45 രൂപ നിങ്ങൾ EMI ബാങ്കിന് അടയ്ക്കണം. ബാക്കി വരുന്ന ഈ 44,000 രൂപ നിങ്ങൾ നിങ്ങളുടെ ഒരു വേറെ ബാങ്കിലേക്ക് RD അക്കൗണ്ടിലേക്ക് മാറ്റിയിടണം. എല്ലാ മാസവും EMI അടയ്ക്കുന്ന മാതിരി. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ജോബിന് ത്രെട്ട് വന്നാൽ അത് അടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് 45,000 നിങ്ങൾക്ക് മാനേജബിൾ ആണ്. ജോബിന് ത്രെട്ട് ഇല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ആ RD-യിലെ എമൗണ്ട് എടുത്ത് നിങ്ങൾക്ക് നേരെ പ്രിൻസിപ്പലിലേക്ക് അടയ്ക്കാം. EMI കുറച്ചതുകൊണ്ട് നിങ്ങളുടെ ലോണിന് വേറെ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഇൻകം കുറഞ്ഞാൽ പോലും, ജോബ് ലോസ് ഉണ്ടായാൽ പോലും പുള്ളിക്കാരന് ആളുടെ സിബിൽ പ്രശ്നമാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുടെ കയ്യിൽ എപ്പോഴും ഒരു 4.5 ലക്ഷം രൂപയുടെ ഒരു സർപ്ലസ് ഉണ്ട്. ഈവൻ ദോ ഇൻകം സ്ട്രെസ് ആയാൽ പോലും ആൾക്ക് അടുത്തൊരു വർഷം അടയ്ക്കാനുള്ള EMI ഉണ്ട്.